അങ്ങനെ ഒരുപാട് നാളത്തെ റിവ്യൂ കാണലും അനാലിസിസിനുമൊക്കെ ശേഷം ഞാൻ അങ്ങ് തുഫായിൽ നിന്നും ഒരു ഡാഷ് ക്യാമറ കൊണ്ടുവന്നു. എൻ്റെ കാറിന് വേണ്ടി വെക്കുവാനുള്ള 70 mAh S500 എന്ന് പറഞ്ഞ മോഡൽ. റിയർ വ്യൂ മിററിലാണ് ഇത് ഹാങ് ചെയ്യുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 2.5K ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് 2-വേ ചാനൽ റെക്കോർഡിംഗ് ഉണ്ട്. ടച്ച് സ്ക്രീനാണ്. നമുക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. 2 ക്യാമും. സ്പ്ലിറ്റ് ഡിസ്പ്ലേ ഉണ്ട്. പാർക്കിംഗ് അസിസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു ആവശ്യങ്ങളും. അതെല്ലാം രീതിയിലാണ് ഈ ഒരു ക്യാമറയുടെ ഫങ്ഷണാലിറ്റീസും. എന്തു തന്നെയാണെങ്കിലും ശരി, ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ സാധനമായതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഈഗർലി ആ സാധനം ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് അടുത്തൊരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് തരാമെന്നൊക്കെ ചോദിച്ചു. ഫിറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു ഫോട്ടോയും കൂടി ഞാൻ അയക്കാം. എന്തെല്ലാമായിരുന്നു മലപ്പുറം കത്തി, വടിവാള്, ഡാഷ് ക്യാം, എൻ്റെ അമ്മേ, അവസാനമെല്ലാം ഖുദാ ഹവ. അവസാനത്തെ ഞാൻ ഇട്ടേക്കുന്ന ഇമേജ് കാണുമ്പോൾ മനസ്സിലാകും എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇതാണ് പറയുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു സാധനം വാങ്ങുമ്പോൾ ഒന്നുകിൽ അവിടുന്ന് തന്നെ പൊട്ടിച്ച് അവിടുന്ന് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വാറണ്ടിയും കാര്യങ്ങളുമൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അതാണ് എൻ്റെ അനുഭവം. പക്ഷേ ഗ്ലോബൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പല സാധനങ്ങളും കാണും. അത് എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനും ഗ്ലോബൽ വാറണ്ടി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും ശരി, കുറച്ച് പൈസ ലാഭം നോക്കിയിട്ട് അവിടുന്ന് കൊടുത്ത് ലഭിക്കാൻ പറഞ്ഞതാണ്. നല്ലൊരു പണിയാണ് കിട്ടിയേക്കുന്നത്. അവസാനത്തെ ഇമേജ് കാണുമ്പോൾ മനസ്സിലാകും എന്തിനു വേണ്ടി തിളച്ച സാമ്പാർ.